ഓക്കെ, നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിച്ചായിരുന്നു. വ്ളോഗ് ആയിട്ടാണ്, വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഏതുണ്ട് പൊളിയില്ലേ? പറ, ലൈഫ് അടിച്ചു പൊളിക്കണം. പറ, ലൈഫ് അടിച്ചു പൊളിക്കണം. ഇതാണ് നമ്മളെ ടേബിൾ. 3 സീറ്റ് ഉണ്ട്. ഒന്ന് വൈശൂട്ടിക്ക്, ഒന്ന് വാണിക്ക്, ഒന്ന് എനിക്ക്. സൂപ്പി തുടങ്ങി നമ്മൾ ഇങ്ങനെ പോകും. അവിടെ സ്റ്റാർട്ടേഴ്സ്, പിന്നെ അവിടെ നേരെ മെയിൻ കോട്ട്. റിസോർട്ട് വന്നിട്ട് ലാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് അവിടെ പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഓക്കെ ഓടി ഓടി. താഴെ ഇറങ്ങണം പറഞ്ഞു കണ്ടിറങ്ങണം. നമ്മൾ പൊളി കേട്ടോ, സൂപ്പർ. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടമുള്ള ആരെടുത്ത് കഴിക്കും, അത്ര അങ്ങനെ. അതൊക്കെ എന്തൊക്കെ കഴിച്ചോ എനിക്ക് അറിഞ്ഞൂടാ, പേരും നോക്കിയില്ല. നമ്മളൊക്കെ കൈ കൊണ്ട് കഴിച്ച ആൾക്കാരാണ്. ഇതൊക്കെ പെട്ടെന്ന് കൈ തന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ? ഇന്ന് നോക്ക്, സൂപ്പറായി, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി, നൂഡിൽസ് ഉണ്ട്, ഇത് മട്ടൺ, ഇത് ചിക്കൻ കറി, പിന്നെ മീനുണ്ട്. എല്ലാ ഐറ്റവും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറ. അപ്പോ പോകാന്നാ? എവിടെ പോണ്? കടയില്ല അല്ല, നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പതി പറയാം അല്ലെ, നിങ്ങളൊക്കെ ജോലി ആയി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് വിത്ത് ഒരു വലിയ ബഫറ്റ് ആണ്, ബൊഫേ ആണ്, രണ്ടും പറയും. ചില ആൾക്കാർ ബൊഫേ എന്ന് പറയും, ചില ആൾക്കാർ ബഫറ്റ് എന്ന് പറയും. നമുക്ക് എന്നെ പറയാം, ബൊഫെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു വലിയ ബൊഫയ്ക്കാണ് പോകുന്നത്. സ്ഥലം വന്നിട്ട് ലുലു മാളിന്റെ ഓപ്പോസിറ്റ് ഓബൈ താമര, അവിടെയാണ് പോകുന്നത്. സ്റ്റാർ ഹോട്ടലാണ്. ഫസ്റ്റ് ടൈം ആണ് സ്റ്റാർ ഹോട്ടലിൽ ബൊഫെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എങ്ങനെയുണ്ട് ഫീലിംഗ്? അയ്യോ, അതായത് ഒരു ജോലിക്ക് ഇന്റർവ്യൂക്ക് പോലും ആ ഒരു ഫീൽ ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അതായത് ഇതിനു മുമ്പ് എനിക്ക് ബൊഫെ എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ട് ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്തായിരുന്നു. ആ സമയത്ത് ആ കമ്പനി വഴി ഒരു ബൊഫെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ബൊഫെ ആണ്. ഇത് വലിയ സ്റ്റാർ ഹോട്ടൽ ബൊഫെ ആണ്. അപ്പൊ ഇതെങ്ങനെ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ, അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ, എങ്ങനെ കഴിക്കണം എന്നൊക്കെ. അപ്പൊ എന്തായാലും അതിനുവേണ്ടി കുറച്ച് സ്റ്റഡി ചെയ്തായിരുന്നു, എങ്ങനെയാണ് ബൊഫെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകുന്ന വഴിക്ക് ഓരോന്ന് പറയാം. ഓക്കെ, അത്ര തന്നെ. പോകാലോ? ഹാപ്പി ആണല്ലോ? ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആഹാരവും ഉണ്ട്. എല്ലാത്തിനും കുറച്ച് കഴിച്ചാൽ മതി, കൂടുതൽ കഴിച്ച് വയറ് നിറയ്ക്കണ്ട ഒറ്റയടിക്ക് കേട്ടോ. എല്ലാ ആഹാരവും ടേസ്റ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? എല്ലാ ആഹാരവും സാമ്പിൾ എടുക്കുക, കഴിക്കുക, വയറ് നിറയ്ക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാല്ല. പോന്നാ? ഓപ്പോ ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം നമ്മള് സാധാരണ ആൾക്കാരാണ്. അവിടെ വലിയൊരു ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടൽ. അപ്പൊ അവിടുത്തെ വരുന്ന ആൾക്കാർ എങ്ങനെ നടന്നിടാം, അതൊക്കെ അതെങ്ങനെ ആവട്ടെ. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ശരിയാവില്ലേ, വേറെ വിഷയമൊന്നുമില്ല, അത്ര തന്നെ. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഈ ബൊഫെ സ്പോൺസർ ചെയ്ത ഒരാളുടെ പേര് പറയുന്നില്ല, കാരണം ആ പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ലെന്ന്. അതിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വേറെ ആരുമില്ല. അതായത് ഒരു വർഷം മുമ്പ് എന്റെ സബ്സ്ക്രൈബർ ആയിരുന്നു പുള്ളി. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അപ്പൊ ആ പുള്ളിയാണ് സ്പോൺസർ ചെയ്തത്. സത്യം പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു, എന്നെ അറിയിക്കാതെ ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇവിടെ വഴക്ക് പറഞ്ഞു, വേണ്ടായിരുന്നല്ലോ ഇത്രയും ചിലവാക്കി, എന്തിനാവശ്യമില്ലാതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, ഇരിക്കട്ടെ, ഇതൊക്കെ ഒരു എന്റെ സന്തോഷത്തിന്റെ പേരിൽ തരയാണ്. അപ്പൊ ഇതുപോലെ സ്ഥലത്തേക്ക് നിങ്ങൾ പോയി ആഹാരം കഴിച്ചാൽ എനിക്ക് സന്തോഷമാണെന്ന് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ ബൊഫെ. അത്ര തന്നെ, അറ്റൻഡ് ചെയ്യല്ല, കഴിക്കാൻ പോവുകയാണ്. എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അല്ലേ, ബൊഫെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയാം പോയിട്ട്. ഓക്കെ, അപ്പൊ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും Come on guys, കട്ടൊക്കെ നിൽക്കണം. ഒന്ന് പറയാൻ വിട്ടുപോയി. കാരണം അവിടെ നോക്കി പറ. നീ പറഞ്ഞില്ല ഡയലോഗ്? അപ്പം ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ ഷൂ അല്ല, മറ്റേ സൊമാറ്റോ ഷൂ ആണ്. അത് കുറച്ച് ഡാമേജ് ഷൂ ആണ്. ഇത് നല്ല പുതിയ ഷൂ. സ്റ്റൈലായിട്ട് പോകണ്ടല്ലേ, പോകുമ്പോൾ അടിപൊളിയായിട്ട്. ഓക്കെ, നല്ല അടിപൊളി ചെത്തി പോകണം. ഓക്കെ, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ബൈസ് റെഡി ആയിരിപ്പുണ്ട്. പോടാ, ടാറ്റാ ഭദ്രക്കുട്ടി, കൺമണി. ഭദ്ര എന്ന് പേരുമുണ്ട്, കൺമണിയുണ്ട്. ഭദ്ര എന്നും വിളിക്കും, കൺമണി എന്നും വിളിക്കും അല്ലേ. എനിക്കും ഉണ്ട് ഒരു കുഞ്ഞ് വാവ,
ഭദ്ര എന്ന പേര് കൺമണിന്ന് വിളിക്കും. ടാറ്റ പോയിട്ട് രാമ കമോൺ. അന്നത്തെ പോലെ വ്ളോഗ് ചെയ്യുമ്പോൾ കിടന്നാൽ മതി കേട്ടോ. വ്ളോഗ് ചെയ്താൽ നേരത്തെ നിന്നാൽ മതി പഴയ പോലെ. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ. ചെറിയ ടെൻഷനുണ്ട്, ചെറിയൊരു ഉപ്രാളമുണ്ട്, എല്ലാം കൂടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കട്ടയ്ക്ക് മുന്നോട്ട് പോവാം. മണി ഇപ്പോൾ കറക്റ്റ് 6:45 ആവാറായി. നമ്മൾ പോകേണ്ട സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ ഓബൈ താമര. ഇവിടെ നിന്ന് കറക്റ്റ് 12 കിലോമീറ്റർ ദൂരമുണ്ട്. ലൊക്കേഷൻ ആക്കുളമാണ്, ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, എല്ലാം പറഞ്ഞല്ലോ, വേറെ വിഷയമൊന്നുമില്ലോ, പോകാമല്ലോ. നമ്മളങ്ങനെ പൂജപ്പുര മെയിൻ റോഡെത്തി. ഇവിടെ റൈറ്റ് കയറണോ നേരെ പോകാം അല്ലേ. ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. എപ്പോഴും ബ്ലോക്ക് ആകുമ്പോൾ റൂട്ട് മാറ്റി പിടിച്ചേക്കണം, അല്ലാതെ അവിടെ കയറി നിന്ന് ഞാൻ സമയം പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ലൊരു മഴക്കോളുണ്ട്, ചെറിയ മഴ ഉണ്ടായിരുന്നു, ചെറിയ തണുപ്പുണ്ട്. ഇപ്പം ചൂട് കുറച്ച് മാറിക്കെട്ടി, എന്നാലും പോരാ, നല്ല മഴ വേണം അല്ലേ, എങ്കിലേ തണുപ്പുണ്ടാവുള്ളൂ. ഈ മാസം ഇവിടെ മഴ, ഏപ്രിൽ മെയ്യും കഴിയണം. ജൂൺ ആകുമ്പോൾ നല്ല മഴയാവും. പിന്നെ പ്രളയം, അത് വേറെ വിഷയം. തണുപ്പ് ആഗ്രഹിച്ചാൽ പ്രളയം, വെയിൽ ആഗ്രഹിച്ചാൽ ചൂട്. മനുഷ്യൻ എങ്ങനെ ജീവിക്കും അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ വല്യശാലെത്തി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ട്, വേറെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, ചെറിയൊരു മഴത്തുള്ളി, എത്ര തന്നെ മഴ തുള്ളികൾ വീഴുന്നു അവിടെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കണം ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയാം, നല്ലപോലെ ഒന്ന് പൈസ സമ്പാദിച്ച് നമ്മളെ ചാനൽ റീച്ചായി നല്ല ലെവലിലായിട്ട് നല്ല റവന്യൂ വന്ന ശേഷം അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചുകൊണ്ട് ഫാമിലി ആയിട്ട് പോയി കഴിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സമയം എടുക്കും ഒരുപാട്, ചിലപ്പോൾ 2-3 വർഷം എടുക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിലേ ഉടനെ സാധിക്കാൻ പറ്റി. കാരണം എൻ്റെ ഫ്രണ്ട് ആ പുള്ളിയാണ്, പുള്ളിയുടെ പേര് പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പുള്ളിയെ മാത്രമല്ല, അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ പോയി എൻജോയ് ചെയ്യുന്ന ഓരോ ഈവൻറ്റും ഓരോ കാര്യങ്ങളും ഞാനും അനുഭവിക്കണം നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ലേ. സത്യം പറയില്ല, അതിന് വലിയ കാര്യമാണ്. കാരണം ഞാനൊക്കെ ഇവിടെ പോയി കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മൾ കൂടി പോയി അൽഹാസനിലും ഇറാനിലേക്ക് പോയി കഴിച്ചിട്ടേ വരുള്ളൂ ഫാമിലിയായിട്ട്, അത് വല്ലപ്പോഴും. ഇതുപോലെയൊക്കെ വലിയ ഹോട്ടലിലൊക്കെ പോകുന്നത് പറയണത് എന്താ പറയുക, ഡ്രീമാണ്. ചില ആൾക്കാർ പറയും ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല ബ്രോ, ഇതൊക്കെ ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ആർക്കും പറ്റുമെന്ന്. അങ്ങനെ ആർക്കും പറ്റാനൊന്നുമില്ല. ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ, മനസ്സിലായ. പൈസ ഉള്ള ആൾക്കാർക്ക് എല്ലായിടത്തും പോകാൻ പറ്റും, പക്ഷേ നമ്മളെ പോലെ ആൾക്കാർ അങ്ങനെയല്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അതിന് കുറച്ച് പൈസ കയ്യിൽ വരണം, വരുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് ഫസ്റ്റ് ടൈം പോകുമ്പോൾ അതിൻ്റെ ഫീൽ വേറെയാണ്. പിന്നെ സെക്കൻഡ് ടൈം പോകുമ്പോഴേക്കും നമുക്ക് ആ ഫീൽ മാറി കിട്ടും. അതിന് നമ്മൾ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വലിയ സംഭവമാണോ, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും, അങ്ങനെ പറയാൻ പാടില്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. പടിഞ്ഞാറേക്കോട്ട സൂപ്പർ അല്ലേ. ഇതുവഴി നേരെ പോയാൽ ഇഞ്ചക്കൽ ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഹൈവേ കയറിയാൽ മതി, നേരെ പോയേക്ക് അത്ര തന്നെ. ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ നർക്കാൻ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഈ ഡിന്നറിന് വേണ്ടെന്ന് പറഞ്ഞാണ് ഈ ബുഫേ. ആ പുള്ളി എന്നെ അറിയാതെ ബുക്ക് ചെയ്തതാണ്. എന്നെ അറിയാതെ ബുക്ക് ചെയ്ത് എനിക്ക് വാട്സാപ്പ് അയച്ചു തന്നു, ഇതുപോലെ ശനിയാഴ്ച ഡിന്നറുണ്ട് 7 മണിക്ക് പോകണമെന്ന്. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ചെയ്യില്ല ബ്രോ, അതൊക്കെ അത് എക്സ്പെൻസീവാണ് ഒരുപാട് ഇതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ബ്രോ അതും കുഴപ്പമില്ല ബ്രോ, ഇതൊക്കെ എൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്, അതൊന്നും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പിന്നെ എന്ത് പറയാൻ, പോയല്ലേ പറ്റൂന്നായി പോയല്ലേ. എനിക്ക് മറ്റേ കോമഡിയാണ് ഓർമ്മ ഉണ്ട്. എന്താണെന്നറിയാമോ, കല്യാണരാമൻ സിനിമയിൽ സ്നേഹത്തോടെ ഊട്ടി തരുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോഴത്തെ ഇന്നസെന്റ് സ്നേഹത്തോടെ ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ. ആ കോമഡിയാണ് ഈ സത്യം പറഞ്ഞ ഓർമ്മ ആണ്. സ്നേഹത്തോടെ വെച്ച് നീട്ടും ബന്ധം ചെയ്യാൻ പറ്റില്ല, വാങ്ങിച്ചില്ലേ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സിമ്പതി പിടിക്കാനോ ഇതുപോലെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ കാര്യം ചെയ്യുന്നത്. എൻ്റെ കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാണ് എൻ്റെ ബ്ലോഗിൽ, അത് മനസ്സിലായല്ലോ. കാരണം സൊമാറ്റോ ജോലി കാണിക്കുകയാണ്, അപ്പോൾ അതിൽ സമ്പാദിക്കാൻ കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ മൊത്തം വെളി വരെയാണ്, മനസ്സിലായി. ഞാൻ എന്ത് സമ്പാദിക്കുന്നു, എന്തൊക്കെയാണ് ചിലവാക്കുന്നുള്ളതൊക്കെ. എൻ്റെ കണ്ടന്റ് അതാണ്, മനസ്സിലായി. എൻ്റെ കണ്ടന്റ് വേണ്ടി ചെയ്യുകയാണ്. അടിപൊളിയല്ലേ, വൈബ് എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. നൈറ്റ് റൈഡ് ആൻഡ് ഡിന്നർ എവിടെ, ഓബൈ താമര. ഓക്കെ, അങ്ങനെ ലുലു മാൾ എത്താറായി. റൈറ്റ് സൈഡ് കാണുന്നുണ്ട് ഓബൈ താമര. കണ്ട ബിൽഡിംഗ് കണ്ട, സൂപ്പറല്ലേ, അടിപൊളി പൊളി തന്നെ അമ്മോ. നമ്മൾ നേരെ പോയി നേരെ പോയിട്ട് അവിടെ കൂട്ടിനടുത്ത് വരണം. ഇത് 1 വേ ആണ്, ക്രോസ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട്. സൂപ്പറല്ലോ, അടിപൊളി അല്ലേ. ബൈ താമര അല്ലേ, ബൈ താമര. ലുലു മാൾ കണ്ടോ, പൊളിയല്ലേ. ഒരു ദിവസം ഇവിടെ കയറാം ലുലു മാൾ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊരിക്കൽ പറഞ്ഞു ലുലു മാൾ കയറി അകത്ത് കയറി മൊത്തം കറങ്ങി എൻജോയ് ചെയ്യണമെന്നുള്ളത്. അതും ഒരു ദിവസം നടക്കും എന്തായാലും അല്ലേ, വലിയ താമസമൊന്നുമില്ല. വൈശൂട്ടിക്ക് പനിയൊക്കെ മാറിയിട്ടാ, സൂപ്പറായപ്പോൾ എല്ലാം ക്യൂർ ആയിട്ടുണ്ട്. അതൊരു സന്തോഷമാണ് സത്യം പറയാമല്ലോ. അപ്പോൾ ഇന്ന് വൈശൂട്ടി വൈകിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായത് 5 to 6 വരെ. പിന്നെ അതിന് പോയില്ല, വേറെ ഒന്നുമില്ല. ഇപ്പോഴാണ് ബോഡി ഒന്ന് റിക്കവറായി പറഞ്ഞത് വൈശൂട്ടിക്ക്. അപ്പം ഇപ്പോൾ അവിടെ പോയി ഡാൻസ് കളിച്ച് ബോഡി ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും പനി ഇളവും പഴയ പോലെ. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം, യൂ ടേൺ അല്ലേ. ഈ പാലത്തിന് അടി കൂടെ പോകണം. ചെളിയ വെള്ളമുണ്ട്, പതുക്കെ പോകാം. ദേഹത്ത് വരയ്ക്കാൻ പാടില്ല അല്ലേ, നീറ്റായിട്ട് പോകണം. ഒതുങ്ങി ചെളി തോട്ടാതെ പോവാം. വെള്ളം. അങ്ങനെ ഓബൈ താമര എത്താറായി. ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ പോകില്ലേ, ആ ഒരു ടെൻഷനാണ് ഇപ്പം. എന്തെന്നാണ് ഇവിടെ, അത് ഫസ്റ്റ് ടൈമിൽ അങ്ങനെയൊക്കെ ഉള്ളു, പിന്നെ ശരിയാവുമായിരിക്കും അല്ലേ. ഓക്കെ, ഇങ്ങോട്ട് തന്നെയല്ലോ, ലെഫ്റ്റാണോ, അങ്ങോട്ട് നേരെ. ഓക്കെ സ്ട്രൈറ്റ് വേ ടു പാർക്കിംഗ്, ലെഫ്റ്റ് ആയിരിക്കും അങ്ങോട്ട്. ഓക്കെ സൂപ്പർ. ഇവിടേക്ക് ഫസ്റ്റ് ടൈമാണ് അകത്ത് കയറുന്നത്. പണ്ടൊരിക്കൽ കയറിയിട്ടുണ്ടായിരുന്നു. എവിടെ, ബാക്ക് സൈഡ് ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് തന്നെ.
പണ്ട് സൊമാറ്റോയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി വരും. അതായത് ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഓർഡർ ചെയ്യും ഫുഡൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുമായിരുന്നു ബാക്ക് സൈഡിൽ. അകത്ത് കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് അകത്ത് കയറുന്നത്. അമ്മോ പോളി പാർക്കിംഗ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ. ഇവിടെ പാർക്കിംഗ് അല്ലേ ഈ സൈഡിലായിട്ട്. ഓക്കേ യേശു ഓക്കെയാണോ, ഹാപ്പിയാണോ? എന്ത് ചെയ്യാമോ എനിക്ക് അറിയണം. ഞാൻ വിളിക്കസ ആയിരിക്കും, അവൾ വിളിക്കസ അറിയാം. ഓക്കെ ലിഫ്റ്റ് എവിടെ നിറഞ്ഞൂടാ, അങ്ങോട്ട് പോയി നോക്കാം അല്ലേ അല്ലേ. എവിടെ ലിഫ്റ്റ് പറഞ്ഞത്? പിന്നെ ഇങ്ങനെ ആൾക്കാർ മോളിൽ പോകും. ചോദിച്ചു നോക്കുമ്പോൾ ആരും കാണും അവിടെ. അപ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ ലിഫ്റ്റൊന്നുമില്ല, നടന്ന് പോകണം. ഇവിടെ നിന്ന് ഒരു ടേണിങ് കഴിഞ്ഞാൽ മതി അല്ലേ. ഇങ്ങനെ ടേണിങ് കഴിഞ്ഞ ഉടനെ എൻട്രി ഇവിടെയാണ് വരുന്നത്. ഓക്കെ ഇവിടെ തന്നെ. ഓക്കെ നമ്മളകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിച്ചായിരുന്നു, വ്ളോഗ് ആയിട്ടാണ്. വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സൂപ്പർ അടിച്ചേ അല്ലേ. ലിഫ്റ്റ് പോകണം, ലിഫ്റ്റ് 3. ഓ കഫേ വന്നിട്ട് 3rd ഫ്ലോറിലാണ് പോകേണ്ടത്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഇപ്പോൾ കുറച്ച് മതിയില്ലേ. സൂപ്പർ അല്ലേ, ഗോൾഡ് കളറിൽ ലിഫ്റ്റ് അടിപൊളിയായില്ലേ, നല്ല ആംബിയൻസ് അല്ലേ, സൂപ്പറായി, റിച്ചായി, ഓപ്പണായി, സൂപ്പർ. എന്നുണ്ട് പൊളിയില്ലേ. 3rd ഫ്ലോർ. പറ ലൈഫ് അടിച്ചു പൊളിക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം. സൂപ്പർ അല്ലേ, രക്ഷയില്ല. അപ്പോൾ ഓക്കെ പോന്നാ. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, നേരത്തെ പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുകയാണ് നല്ലപോലെ കറക്റ്റായിട്ട്. ഓക്കെ പോന്നാ, വേറെ വിഷയമൊന്നുമില്ലോ. അപ്പോൾ ഇവിടെയാണ് എൻട്രി. ഇതാണ് വോക്ക് കഫേയുടെ ഫോണ്ടൊക്കെ ഉണ്ട്. ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു മസാല ഐറ്റങ്ങളാണ്. ഇതെല്ലാം വെച്ചിട്ടുണ്ട് ലുക്കിന് വേണ്ടിയിട്ട്, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇവിടെയാണ് ഡിന്നർ അല്ലേ. ഇവിടെയാണ് ഡിന്നർ വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴായിട്ട് ആദ്യം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ആദ്യം കഴിച്ചിട്ടല്ലേ. അപ്പോൾ ആദ്യം ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് പുറത്തോട്ട് കാണാം. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചത് സൂപ്പറായിട്ട്. പോകാലോ. നമ്മൾ ടേബിൾ ഓർമ്മയില്ല, എവിടെയാണല്ലോ മറന്നു പോയാൽ. ഇതല്ലേ, ഇതാണ് നമ്മളെ ടേബിള്. 3 സീറ്റുണ്ട്. ഒന്ന് വൈശൂട്ടിക്ക്, ഒന്ന് വാണിക്ക്, ഒന്ന് എനിക്ക്. ഇതില്ല കുഷൻ വേണോ? കുഷൻ വേണോ? കുറച്ച് ഹൈറ്റ് ഉണ്ടാകും, ചെയ്യാൻ പറ്റുമോ? കുഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. വൈശൂട്ടിക്ക് ഇരിക്കാൻ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുഷൻ ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു ആ മാമൻ. ഓക്കെ കുറച്ചുകൂടെ ഹൈറ്റ് വേണോ? അതോ ഒന്നുകൂടെ എടുക്കണോ? താങ്ക് യു. സിനു സുധീഷ്. ആ ഓക്കെ. നമുക്ക് പിന്നെ ലൈഫ് നമ്മുടെ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാം എടുക്കാം, മാക്സിമം ഫുള്ളും കവർ ചെയ്യും. ഫസ്റ്റ് ടൈം വരുന്നത്, അപ്പോൾ എനിക്ക് കവർ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ്, പിന്നെ സലാഡ് കൗണ്ടേഴ്സ്, പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ കൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഇതെല്ലാം മെയിൻ കോഴ്സ് ആണ്. ഓക്കെ. ഈ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് വന്നിട്ട് ഫുള്ള് ഡെസേർട്ടാണ്. ഇന്ത്യൻ ഡെസേർട്ട് ഫസ്റ്റ് ഐസ്ക്രീം. ഓക്കെ ഓക്കെ. പിന്നെ സൂപ്പ് സെഷൻ, 2 സൂപ്പ്സ്. പിന്നെ നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അല്ലേ? അല്ല, ഇങ്ങനെ നമ്മൾ സൂപ്പിൽ നിന്നാണ്. സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൂപ്പിൽ തുടങ്ങി നമ്മൾ ഇങ്ങനെ പോകും. ഓക്കെ. അവിടെ സ്റ്റാർട്ടേഴ്സ്, ഓക്കെ. പിന്നെ അവിടെ നിന്ന് നേരെ മെയിൻ കോഴ്സ്. ഓക്കെ ഓക്കെ. ഡെസേർട്ട് വന്നിട്ട് ലാസ്റ്റാണ്. ശരി. പിന്നെ നമുക്ക് അവിടെ ലൈഫാണ്. ഓക്കെ. സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം അല്ലേ? അപ്പോൾ കഴിക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന രീതിയിൽ നമ്മൾ സൂപ്പ്, സലാഡ്, സ്റ്റാർട്ടർ. നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് അവിടെ പോയി കഴിച്ചിട്ട് തിരിച്ചു പോകുന്നത്. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ, അങ്ങോട്ട് പോവാം. ഇവിടെ സൂപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വൈശുവിനാ ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പിനുള്ള കപ്പ് ഇതാണ്. ഇത് അത് തന്നെ. ഇതാണ് ഏതാണ്? ഇല്ല, സൈസ് ഉണ്ട് നോട്ടോ. ശരി, സ്പൂൺ എടുത്തോ. ഇത് വലിയ സ്പൂണ്, വലിയ സൂപ്പിന്. ചെറിയ സൂപ്പിന് ചെറിയ സ്പൂൺ. ഇങ്ങനെ ആയിരിക്കും. ഇതൊക്കെ വേണം. ഇത് മതിയല്ലോ, മതി കോരി വഴി. അതൊക്കെ കഴിച്ചാൽ മതി, ഓരോന്നായിട്ട് ട്രൈ ചെയ്താൽ മതി. പ്രോളപ്പെടണ്ട. എൻ്റെ കൊണ്ട് ക്യാപ്ചീനോ മഷ്റൂം സൂപ്പ്, അതായത് മഷ്റൂം അത് കൊള്ളാം. അത് വഴി വേണമെങ്കിൽ എടുത്ത് വെച്ചോ. ഇത് വേഗം പറഞ്ഞു മതിയല്ലോ. മതി മതി, കോരി വഴി. ഓരോന്ന് കഴിക്കണ്ട, ഞാൻ കഴിക്കണം പോലെ അറിഞ്ഞൂടാ.
ഓക്കെ, ആദ്യം സൂപ്പ് കുടിച്ചിട്ട് ബാക്കിയുള്ളത് ട്രൈ ചെയ്യാം. എല്ലാം ഓക്കെ ആയല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ, പേടിയില്ല, മാറിയില്ലോ. ഈ സംഭവം ഉണ്ടല്ലോ, ഈ തുണി ഇത് ഇങ്ങനെ പിരിക്കണം അല്ലേ? അങ്ങനെയല്ലേ? ഇത് ഞാൻ മിസ്റ്റർ ബീനിൽ കണ്ടുണ്ട്. മിസ്റ്റർ ബീൻ പിരിക്കൂലേ ഇങ്ങനെ പിരിക്കല്ലേ? അങ്ങനെ കഴിക്കണം മിസ്റ്റർ ബീൻ. ഓർമ്മ വേണ്ട, ആർക്കില്ല ഓർമ്മ വേണ്ട ഇവിടെ. നീ ഓർമ്മയില്ലേ? മിസ്റ്റർ ബീൻ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റ അത് സ്റ്റാർ ഹോട്ടലാണ് കുറച്ച് അല്ലേ ഡീസൻ കീപ്പ് ചെയ്യണം. ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ഹാപ്പി ആയിട്ട് ഇരിക്കാം എപ്പോഴും. ഞാൻ നല്ല കമ്പം ഹാപ്പി ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ സൂപ്പ് കുടിക്കാതെ വൈഷ്ണു സൂപ്പ് വേണം. കുറച്ച് എരിവുണ്ട്, കൂടി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. രസം പോലെ രസം കുടിക്കുന്നുണ്ടോ? അതുപോലെ ഏത് കുഴപ്പമില്ല, ഒന്നുകൂടെ കഴിക്കാം. ഓ രണ്ടെടുത്ത് കുഴപ്പമില്ല. സ്ലാങ്ങെല്ലാം മാറ്റം കേട്ടാ. പ്ലീസ് ടേക്ക് ദ 2 പീസ്. 2 പീസ് എടുത്ത് രണ്ടെടുത്തോ. ഇത് വേണ്ട, ഇത് വേണം. വേണ്ടേ? ഈ പാൽക്കോവ പാൽക്കോവ പോലെ വേണ്ടേ? അവൾക്ക് ഇഷ്ടമുള്ള എടുക്കണം. പിന്നെ ഇതൊന്നും കാണിക്കുന്നില്ല. വേണ്ട, ഇതൊന്നും വേണ്ടേ? സലാഡ് പോലെ തന്നെ നമ്മൾ ഇരിക്കട്ടെ, വെച്ചോ. കഴിച്ച് നോക്കാമല്ലോ, കഴിക്കാൻ കുഴപ്പമുണ്ടോ? പിന്നെ ഇതൊക്കെ ഉണ്ട്, അച്ചാറ് നോക്കാം. ഇറച്ചില്ല തന്നെ കാരണം എന്ത് ചെയ്യണേ? കാ ഇറങ്ങണം പറഞ്ഞു കണ്ടോ? ഇറച്ചി കൊടുക്കാം, വല്ലപ്പോഴൊക്കെ എപ്പോൾ കഴിച്ചോ. ഒന്നും അറിയാം അറിയില്ല. സംഭവം പൊളി കേട്ടോ, സൂപ്പറാ. സംഭവം പറ്റിയ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടമുള്ള ആരെടുത്ത് കഴിക്കും, അത്ര അല്ലേ? അല്ലേ? ശരിയല്ല, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷോപ്പിംഗ് പോലെ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ആവശ്യമുള്ള സാധനം പോയി എടുക്കുക, തിരിച്ച് വരിക, അത്ര തന്നെ. അതേപോലെ ആലോചിച്ചാൽ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റം എനിക്ക് അറിഞ്ഞൂടാ, പേരൊന്നും നോക്കിയില്ല. പേര് നോക്കണമെന്നല്ലേ? ഇതൊക്കെ സലാഡാണ്, മീറ്റ് സലാഡുണ്ട്, എല്ലാം മിക്സിംഗ് ആണ്. പിന്നെ ബ്രെഡ്, പിന്നെ എന്താ വന്നത് കോളിഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ആദ്യം സൂപ്പ് കുടിക്കാൻ പോയോ? നോക്കണം സമാനപ്പെട്ടു. സൂപ്പറാണ്, പൊളി കേട്ടോ. റിച്ച് സംഭവം നമ്മൾ പറയില്ലേ, എലൈറ്റാണ്, എലൈറ്റ് അല്ലേ? ആ ടേസ്റ്റ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം റിച്ച് കേട്ടോ, രക്ഷ സൂപ്പറാണ്. പൊളി ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. എങ്ങനെയുണ്ട്? ബട്ടർ ബണ്ണില്ല, വെറും ബണ്ണ്. മീൻ മീനാ മീൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചായിരുന്നു. ഈ ബ്രെഡും പിന്നെ കടല, പിന്നെ സലാഡ്, പിന്നെ വേറെന്ത് സലാഡ്, ഇത് വേറെന്ത് സലാഡ്, പേരുകൾ നോക്കാൻ വിട്ടുപോയി, സമയമില്ല. കപ്പിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കഴിക്കണം പറഞ്ഞുകൂടാ, നമ്മൾ കഴിച്ചു നോക്കാം. നമ്മളപ്പോഴത്തെ ആൾക്കാരെ ഇവിടെ വന്ന് എങ്ങനെ ആയിക്കോളും, അന്ന് ഉച്ചയ്ക്കണ്ട. ഇത് പാൽക്കോവ വേണം തോന്നട്ടോ. നോക്കാം. എടുത്ത് കൈ വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് കഴിഞ്ഞ്, സൂപ്പ് കഴിഞ്ഞ്, സലാഡ് കഴിഞ്ഞ്, സ്റ്റാർട്ടർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മെയിൻ ഡിഷ്. അപ്പോൾ സത്യം പറഞ്ഞില്ല ഭയങ്കര കൺഫ്യൂഷനാണ്. അതായത് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞുകൂടാ. കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഐറ്റം എന്തൊക്കെയാണ്, എങ്ങനെ കഴിക്കണം,
എങ്ങനെ കോംബോ ആയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞോടാ. ചുമ്മാ അടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞായിട്ട്. ശരി, കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിലും പഠിക്കണമല്ലേ, വിഷയമൊന്നുമില്ല. നീ ഇവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോ, നമ്മൾ ഓടി വരാം. ദേ പോയി ഇതാ വന്നു. ഓക്കെ, നമ്മൾ പോയിട്ട് പോരാം. നിനക്കുള്ള ആഹാരം എടുത്തിട്ട് വരാം. നിനക്ക് എന്ത് ആഹാരം വേണം പറ. ബണ്ണ് വെച്ച് കഴിക്കാത്ത പിന്നെ വേറെ ബർഗറാ? ഇത് നോക്കട്ടെ. ആ, വലിയ പ്ലേറ്റ്, സൂപ്പറായി. സ്റ്റീപ്പറായി. വെള്ളച്ചോറ് കുറച്ച് മതിയാ. ചാവോ പാലി ദാൽ, ഇത് പനീർ ജൽ ഫ്രൈ ആണോ? തുറന്ന് നോക്കാം എന്താണ് നമ്മൾ. എന്നിട്ട് ബിന്ദി കുർക്കുറയാണോ? അത് വേണ്ടായിരുന്നു. വേണ്ടല്ലോ. ഇപ്പോൾ നമ്മളെടുത്ത ഐറ്റം എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി, പിന്നെ നൂഡിൽസ്, കുറേ ഐറ്റം ഉണ്ട്. അല്ലാത്തതൊക്കെ എന്താ ഐറ്റം അതൊക്കെ അല്ലേ? അതൊക്കെ എന്തോ ഐറ്റങ്ങൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. അതാണ് കൂടുതൽ എടുത്തില്ല, എല്ലാം കൂടെ വലിച്ചു വരുന്ന ശരിയാവില്ല. ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട ഐറ്റം എടുത്താൽ മതി അല്ലേ? അവിടെ കിച്ചണാണ് ആ ഭാഗത്തൊക്കെ. എന്താ ബേബിക്കോൺ ശരി എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. വൈഷൂട്ട് പ്ലേറ്റിൽ ഇത് പാസ്ത മോർണൈൻ സോസ് ഓക്കെ മതി. ഗ്രിൽഡ് ഫിഷാണോ? ഫിഷാണോ? ഇത് കുഴപ്പമില്ല, ഒന്നുണ്ട്. ഓ വെയിറ്റ് കൂടിയിട്ടാ. സത്യം പറഞ്ഞാൽ ഫുഡിനേക്കാളുള്ള വെയിറ്റ് പ്ലേറ്റാണ്. അത് മട്ടനാണ്. ഇത് മട്ടനാണ്. മട്ടൺ എൻ്റെ ഫേവറേറ്റാണ്. മട്ടൺ വില അറിയാൻ എത്രയാണുള്ളത്. അതായത് പുറത്തൊക്കെ മട്ടൺ റേറ്റ് കൂടുതലാണ്. മട്ടൺ മാക്സിമം കഴിച്ചോണം. ഓക്കെ, എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് കേട്ടോ. ഫ്ലാറ്റ് ഭയങ്കര വെയിറ്റ് അല്ലേ? ഓക്കെ, നൂഡിൽസ് ഉണ്ട്, പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ട്, പിന്നെ അതെന്തോ ഐറ്റം എന്താണത്, കോൺ എന്തോ പൊരിച്ചത്, ഇത് പാസ്ത. അപ്പോൾ എല്ലാത്തിലും കുറച്ച് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഡിഷ് ട്രൈ ചെയ്യാം അല്ലേ? ഇങ്ങനെ കറക്കിട്ട് കറക്കണം. നമ്മളൊക്കെ കൈ കൊണ്ട് കഴിച്ച ആൾക്കാരാണ്. ഇതൊക്കെ പെട്ടെന്ന് കൈ തന്നെ അങ്ങനെ കഴിക്കൂലേ? ഇന്ന് നോക്ക്, സൂപ്പറായി, എല്ലാം നല്ലതാണ്. കൊള്ളാം, അതിനുണ്ട് പൊളിയല്ലേ? കൊള്ളാം. ലെഫ്റ്റ് സൈഡ് ഫോർക്ക് റൈസ് പോകും. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അടിപൊളി. ഇതിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി, നൂഡിൽസ് ഉണ്ട്, ഇത് മട്ടൺ, ഇത് ചിക്കൻ കറി, പിന്നെ മീനുണ്ട്. മീനിൻ്റെ ഒരു ഡിഷാണ്. പാസ്തയാണ്. പനീറാണോ? പനീർ പാസ്ത. ഇത് പാസ്ത കഴിക്കോ? സ്പൂൺ വെച്ച് കഴി വെച്ചു. പാസ്ത കുഴപ്പമില്ല, നോർമലായി. നമ്മൾ പാസ്ത എരിവായിക്കല്ലേ? വൈറ്റ് സോസ് എല്ലാ ഐറ്റവും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് എങ്ങനെ പറയാം, കുറ്റം പറയാൻ ഒന്നുമില്ല. ഗ്യാസൊക്കെ വേറെ ലെവൽ ചെയ്യണം. ഇവിടെ ഉപ്പ്, എരിവ്, പുളിപ്പ് എല്ലാം കറക്റ്റാണ്. ചിക്കൻ കറി സൂപ്പർ ആയിട്ടാണ്. മട്ടൺ സൂപ്പർ, വേറെ രക്ഷയില്ല. എന്ത് പറയാം, സ്വർഗം. ഇങ്ങനെ മെയിൻ ഡിഷൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ മെയിനായിട്ട് കഴിച്ചത് ബിരിയാണിയും നൂഡിൽസും. ഞാൻ സാമ്പിൾ നോക്കി, എത്ര വയറ് നിറഞ്ഞു. സത്യം പറയാലോ, നല്ല ഫുഡ് കഴിക്കാൻ ആൾക്കാർക്ക് പറ്റും. നമ്മളൊരു ലിമിറ്റിൽ കഴിക്കുള്ളൂ, കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എല്ലാം ടച്ച് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞല്ലോ. മെയിൻ ഡിഷ് കഴിഞ്ഞല്ലോ, സ്റ്റാർട്ടർ കഴിഞ്ഞ് മെയിൻ ഡിഷ് കഴിഞ്ഞു. ഇനിയുള്ള ഡെസേർട്ടല്ലേ. നമ്മൾ കേക്ക് കഴിച്ചില്ല, ചുമ്മാ ഷോ ആണ്, ഒന്നും കഴിക്കൂല കേട്ടോ. എന്ത് പെണ്ണ് കേക്ക് മിച്ചം വെച്ചോ, ഒന്നും കഴിക്കാതെ വൃത്തിയായിട്ട് വീട്ടിൽ ചോദിക്കും, അത് വാങ്ങിച്ചാപ്പാ ഇത് വാങ്ങിച്ചാപ്പാ, എല്ലാം കൊണ്ട് വെച്ച് ഒന്നും കഴിക്കൂല. ഇനിയുള്ളത്
ലാസ്റ്റ് ഡിഷല്ല ഡെസേർട്ട്. ഇതൊക്കെ പറഞ്ഞ് ശീലിക്കണം അല്ലേ. ഇത് ആംബിയൻസ് സൂപ്പറാണ്, രക്ഷയില്ല. ഫുഡ് എന്താ പറയുക, കൺഫ്യൂസ് ആയിക്കൊണ്ടേക്കും. ഫുഡിൽ ഏതെടുക്കേണ്ടത് കൺഫ്യൂസ് ആയിക്കൊണ്ടേക്കും. അത് കാരണം നമുക്ക് കഴിക്കാനുള്ള മൂഡ് പോയില്ലാവും അല്ലേ. അത് സ്ഥിരം കഴിച്ച് ശീലിച്ചാലും കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ കറക്റ്റ് കഴിക്കാം അല്ലെ. എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഉള്ളത്. വെള്ളം കുടിച്ചേക്കാം, ഭയങ്കര വെള്ളം തരാം. തറയുണ്ട് കേക്ക്, ഒരു കേക്ക് തറയുണ്ട്, കുഴപ്പമില്ല. ഇഷ്ടമുള്ള കഴിച്ചോ. ഇല്ല എടുക്കാൻ വരട്ടെ, ഏത് വേണം പറയാം. ഇപ്പോൾ അടുത്ത ഐറ്റം ഉണ്ട്, അത് കേക്കുണ്ട്. കേക്ക്, ബണ്ണ്, ഫ്രൂട്ട്സ് എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ ഇതുണ്ട്, അൽഫമുണ്ട്. ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റാവുന്ന കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കഴിക്കും. വശൂട്ടി ഇത് വെയിറ്റ് തരാം. ഒരു കേക്ക് കഴിച്ച് നോക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഫോറസ്റ്റ് ആവട്ടെ. ചോക്ലേറ്റ് സ്ട്രോബെറി അപ്പോൾ ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ കഴിച്ച് നോക്കി. കുറേ കഴിക്കാൻ പറ്റിയില്ല. ചിലത് ഇഷ്ടപ്പെട്ട്, ചിലത് ടേസ്റ്റ് ശരിയായില്ല. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. ഫുള്ള് കേക്കാണ്. കേക്ക് ഐറ്റം കുറേ ഉണ്ട്. പിന്നെ വേറെ തോന്നും ബൺ ഐറ്റം, ബണ്ണിൽ ക്രീം വെച്ചൊരു ഐറ്റം, പിന്നെ ഹൽവ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് ഒന്ന് ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. അപ്പം ഐസ്ക്രീം എടുക്കാൻ പോയിട്ടുണ്ട്. നിനക്ക് ഐസ്ക്രീം ഇല്ല കേട്ടല്ലോ. ഐസ്ക്രീം എനിക്ക് മാണിക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് പനി കഴിക്കാൻ പാടില്ല. ഇവിടെ ഒന്നും കഴിച്ചില്ല കേട്ടാ, ഒന്നും കഴിച്ചില്ല. കേക്കും കഴിച്ചില്ല, നൂഡിൽസും കഴിച്ചില്ല, ബിരിയാണി കഴിച്ചില്ല, ഓരോ ഐറ്റം കഴിച്ചില്ല. എല്ലാം ചുമ്മാ ഒന്ന് നക്കി നോക്കി എത്രയാണ് വേണ്ട. എന്ത് എല്ലാം കഴിക്കില്ല നീ. അടുത്ത ഐസ്ക്രീം വാനില എല്ലാം മിക്സ് ചെയ്താ. ഓക്കെ, വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് എല്ലാം മിക്സ് ചെയ്ത ഐസ്ക്രീമാണ്. കഴിക്കാം. സംഭവം ഐസ്ക്രീം സൂപ്പറാണ്, ഒരു രക്ഷയില്ല. കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് അല്ലേ വേണേ. ഇന്നില്ലേ പൊളി ഐസ്ക്രീം, എപ്പോഴും പൊളിയാണ്. അത് പറയേണ്ട ആവശ്യമില്ലല്ലേ. എന്ത് കഴിച്ചാൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും കഴിച്ചിട്ട് പോവാം. ഓക്കെ, ലാസ്റ്റ് തരാം. ഇപ്പോൾ തണുപ്പായിരിക്കണം, ഇപ്പോൾ കഴിക്കണ്ട. തണുത്ത് ആറട്ട് ഇപ്പോൾ കഴിക്കാം, മനസ്സിലായോ. ഇപ്പോൾ തൊണ്ട പ്രശ്നമല്ലേ, ഇൻഫെക്ഷൻ ആക്കിയല്ലേ. വൈശൂട്ടിക്ക് പനിയായിരുന്നു, ഇപ്പോൾ ഇൻഫെക്ഷൻ ആയി തൊണ്ട മൊത്തം. തൊണ്ടയ്ക്കകത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് വൈശൂട്ടിക്ക് ഐസ്ക്രീം കൊടുക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഐസ്ക്രീം ലാസ്റ്റ് വൈശൂട്ടിക്ക് ഒരു തുള്ളി ഐസ്ക്രീം തരും, ഒരു തുള്ളി. അത് കുടിച്ചാൽ മതി, ചാറ് നക്കി തിന്നാൽ മതി. ഏത് വേണം പോലെ. ഓക്കെ ഓക്കെ. ഫുഡ് എങ്ങനെ കൊള്ളാം. ചില ഐറ്റം നമുക്ക് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാം. നമുക്കത് ഫസ്റ്റ് ടൈം ലൈക്കുന്നത്, അപ്പോൾ ആ ഒരു ടച്ചായി. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് കാര്യം ചെയ്യാം. കഴിച്ച് തിന്നിട്ട് ലാസ്റ്റ് ഒരു കവറുണ്ട് കയ്യിൽ, ക്യാരി ബാഗ്, പാർസൽ കൊണ്ടുപോകാം. ഒരു കൈയോടെ ദൈവം തന്നിരുന്നു. അപ്പോൾ പാർസൽ കൊണ്ടുപോകാൻ പാടില്ല, അന്ന് കഴിക്കാം. മാക്സിമം എത്ര വേണം കഴിക്കാം. നാളെ ബൊഫേ പാർസൽ ലഹിക്കാം. ഓക്കെ, അങ്ങനെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു. എല്ലാം കഴിച്ചല്ലോ, മതിയല്ലോ. അപ്പോൾ ബൊഫേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹാൻഡ് വാഷ് ചെയ്തിട്ട് നേരെ പുറത്ത് പോവാം, ഗാർഡനിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, അവിടെ പോയി കറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാം. അത്ര തന്നെ. അങ്ങനെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനല്ല, സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ ഒന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങളും പിന്നെ ഇത് ബുക്ക് ചെയ്തെന്ന എൻ്റെ കൂട്ടുകാരൻ, ബെസ്റ്റ് ഫ്രണ്ടായ ആ പുള്ളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു പറയാം. താങ്ക് യു. ഹാൻഡ് വാഷ് ചെയ്ത് പുറത്തിറങ്ങി നമ്മൾ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി അല്ലേ. ഇല്ല വേണേ ബാൽക്കണി അല്ലേ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ, ഗാർഡൻ എന്ന് പറയാം അല്ലേ. അവിടെ ഡിന്നർ, അവിടെ നിന്ന് പുറത്തിറങ്ങി ഇതാ ഇവിടെ ഹാൻഡ് വാഷ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഒരു കറക്കിറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കാം. ഇന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ ലുലു മാൾ കാണാം, പിന്നെ ആ മെയിൻ റോഡ് ഹൈവേ എല്ലാം കാണാം സൂപ്പറായിട്ട്. എന്താ പൊളിയല്ലേ നോക്കളെ.
ഇവിടെ ആ കിടന്നോ ഇരിക്കുന്നു. ശരി ബാ. ആ കുളിക്കണോ? സംഭവം സൂപ്പർ അല്ലേ? ഇവിടെ റൂം എടുക്കുന്ന ആൾക്കാർ കുളിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇവിടെ റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ ഒന്ന് കുളിക്കാൻ പെർമിഷൻ കാണുമല്ലേ? നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പോത്ര തന്നെ വേറൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് കൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഫുഡ് വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കഴിക്കാം. അറിഞ്ഞൂടാ, ചോദിച്ചോക്കി അറിയാം. സൂപ്പർ അല്ലേ? പൊളിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. പൊളിയല്ലേ? അവിടെ ലുലു മാളുള്ളത്. അങ്ങനെ ഓബൈ താമരയിൽ ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് നിൽക്കുകയാണ് ഗാർഡനിൽ. വേറെ എന്ത് പറയാം അല്ലേ? സ്വർഗം അല്ലേ? ഭയങ്കര ഹാപ്പിനെസ് ആണ് സത്യം പറയാലോ. നമ്മളെ കൊണ്ടും ഇവിടേക്ക് എത്താൻ പറ്റിയല്ലോ അല്ലേ? ഇതിന് വലിയ കാര്യം. വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത പോലെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നിന്ന് വരുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കേട്ടിട്ടുണ്ട് വലിയൊരു ഹോട്ടലാണെന്ന് കേട്ടിട്ടുണ്ട്. ബാക്കിയൊന്നും അറിഞ്ഞു. നമ്മളെ കൊണ്ട് ഇവിടെ വരാൻ പറ്റിയല്ലോ. നമ്മളെ ഇപ്പൊ വരാൻ പറ്റുമെന്നുള്ള ഒട്ടും അതെ. നമ്മള് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് 2-3 വർഷം കഴിഞ്ഞ് വരും വിചാരിച്ച്. ഉടനെ കുളിക്കാൻ പാടില്ല. നമുക്ക് കുളിക്കാൻ പെർമിഷൻ ഇല്ല. കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൂം എടുക്കണം. റൂം എടുത്ത് സ്വിമ്മിംഗ് പൂളിൽ പ്രത്യേകം അടയ്ക്കണം പൈസ. അങ്ങനെയാണല്ലോ അല്ലേ? വലിയ ആഴമൊന്നുമില്ല. പിള്ളേർക്ക് കുളിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഇങ്ങനെ വന്ന് ഓവർഫ്ലോ ആയി അപ്പുറത്ത് വീണ് പിന്നെ എവിടെ പോവുകയാണ്. അത് എവിടെയും പോകണില്ല, തിരിച്ചിങ്ങോട്ടേ പറഞ്ഞത്. നമ്മൾ സൂപ്പർ ലുക്കല്ലേ പൂള്. പറയാനുണ്ടോ? പിന്നെ ഗിഫ്റ്റ് തന്ന ചേട്ടന് താങ്ക്സ്. ഒരുപാട് താങ്ക്സ്. പേഴ്സണലി താങ്ക്സ്. ഇതുപോലെയൊന്നും ഗിഫ്റ്റ് തരല്, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതാണ് പറയാൻ വേറൊന്നുമില്ല. കാരണം സൊമാറ്റോ വർക്ക് ചെയ്യുമ്പോൾ ഒരാഴ്ച എത്ര ശമ്പളം കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടില്ലെന്ന് പറയില്ല. എന്നാൽ ഇത്രയും ചിലവാകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമായിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹം മതി. നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യില്ല, അതിന് വലിയ കാര്യം, വേറെ ഒന്നും വേണ്ട. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞമാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ പറ്റി മൈൻഡ് ആവശ്യമില്ല. ഞാൻ മൈൻഡ് ചെയ്യണില്ല, നിങ്ങൾ മൈൻഡ് ആവശ്യമില്ല. അവന്മാർ എന്ത് ചെയ്താലും നമ്മൾ കുറ്റം പറയും. അത് നിങ്ങളെന്തിനാ അത് വാങ്ങാൻ പോയത്, നിങ്ങളെന്തിനാ ഇത് വാങ്ങാൻ പോയത്, നിങ്ങൾ സിമ്പതിയാണ് കാണിക്കുന്നത്, ഇങ്ങനെ പലതും പറയും. അതായത് അവന്മാർക്ക് അസൂയ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് രക്ഷപ്പെടില്ല. അടുത്തവൻ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ സമ്മതിക്കുകയില്ല. അതാണ് അവരുടെ മെയിൻ സ്വഭാവം. അത് അവരുടെ സ്വഭാവം, അവരുടെ ജോലി ചെയ്ത് പോട്ടെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജോലി കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല. പറ്റുമെങ്കിൽ അടുത്തൊരു ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ജോലി നിങ്ങളെ കുടുംബം നോക്കി കറക്റ്റ് ജീവിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണത് മെസ്സേജ്. പോന്നാ ഇത്ര തന്നെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. സിനിമ. അപ്പോൾ ഓക്കെ പോന്നാ, കമോൺ. എല്ലാം കഴിഞ്ഞല്ലോ. അങ്ങനെ പിസ്സ ഹട്ടിലും പോയി കഴിച്ച്, സ്റ്റാർ ഹോട്ടലിലും പോയി കഴിച്ച്, ഇനിയുള്ളത് എയറോപ്ലെയിനിൽ പറക്കണം.